ഹായ് ഒരുവൺ, നമ്മൾ ചിന്തിക്കുന്ന ജെനസിസ് ചാപ്റ്റർ 44 ആണ്. 44 അധ്യായം. അവിടെ ഒരു മാനസാന്തരപ്പെട്ട യഹൂദയെ പറ്റി നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം നമ്മൾ യഹൂദയെ പറ്റി ചിന്തിക്കുമ്പോൾ യഹൂദയായിരുന്നു യോസേഫിനെ വിറ്റ് കളയുവാനായിട്ടുള്ള ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തത്. ആദ്യമേ അവർ യോസേഫിനെ കൊന്നുകളയുവാനായിട്ട് പ്ലാൻ ചെയ്തതെങ്കിൽ കൂടെ യൂദയായിരുന്നു പറഞ്ഞത്, യോസേഫിനെ നമുക്ക് കൊല്ലണ്ട, നമുക്ക് വിറ്റ് കളയാം എന്നുള്ളൊരു പ്ലാൻ അവിടെ പറഞ്ഞു. ആ യഹൂദ മാനസാന്തരപ്പെട്ട് അല്ലെങ്കിൽ ഒരു ചേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് യഹൂദ മാറുന്നത് നമ്മൾ ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കാരണം അവർ ധാന്യങ്ങളും എല്ലാം വാങ്ങിക്കൊണ്ട് തിരികെ പോകുന്ന സമയത്ത് യോസേഫ് അവിടെ ഒരു കാര്യം ചെയ്തു. യോസേഫ് അവിടുത്തെ ഒരു ഗ്ലാസ് അതിനകത്ത് ബെഞ്ചമിൻ്റെ സാധനം കൊണ്ട് ബാഗിൽ അത് ഒളിപ്പിച്ച് വെക്കുവാനായിട്ട് അവിടെ ഇടയെ തീർന്നു. അപ്പോൾ യോസേഫിൻ്റെ ആൾക്കാർ തിരികെ വന്നു. അപ്പം ഇതുപോലെ എന്തുകൊണ്ടാണ് ഇത് നിങ്ങൾ ഞങ്ങളുടെ മാസ്റ്ററിനോട് എന്താണ് ഇങ്ങനെ ചെയ്ത്, ആ വ്യക്തി നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു പറഞ്ഞു. അപ്പം ബ്രദേഴ്സ് പറഞ്ഞു, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങൾ എല്ലാം തപ്പിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ എല്ലാം പറഞ്ഞു. പക്ഷേ അവർക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെയൊരു കാര്യം സംഭവിച്ചിരുന്നു എന്നാണ്. ബെഞ്ചമിൻ്റെ ബാഗിൽ ഇതുപോലെ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നുള്ള കാര്യം അവർക്കറിയത്തില്ല. അതുകൊണ്ട് ബെഞ്ചമിൻ്റെ ബാഗിൽ ഈ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് കണ്ടപ്പോൾ അവർക്ക് ഒരുപാട് ദുഃഖം വന്നു എന്നാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അവർ ഉടുപ്പ് വലിച്ച് കീറിയതായിട്ടാണ്, അവർ വലിച്ച് കീറിയെന്നാണ് അവിടെ പറയുന്നത്. അവർക്ക് അത്രമാത്രം ദുഃഖം, അവർക്ക് അത്രമാത്രം വേദന അവർക്കുണ്ടായി എന്ന് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം യാക്കോബ് ഒട്ടും താല്പര്യമില്ലാതെയായിരുന്നു ബെഞ്ചമിനെ അയച്ചത്. അപ്പോൾ ഇനി ഇത് സംഭവിച്ചപ്പോൾ അപ്പം ഇനി മരിച്ചു പോകുന്നുള്ള ആ ഒരു കാര്യം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ സംഭവിച്ചപ്പോൾ അവർക്ക് ഒരുപാട് വേദന അവർക്ക് ഉള്ളിലേക്ക് വന്നു. അപ്പോൾ യോസേഫിൻ്റെ കാര്യത്തിൽ യോസേഫിനെ വിറ്റ് കൊടുക്കുന്ന സമയത്തോ ഒന്നും ആർക്ക് വേദന തോന്നിയില്ല. പക്ഷേ ഈ ഒരു കാര്യം എത്തിയപ്പോൾ അവർക്ക് ഒരുപാട് വേദന വരുന്നു. അപ്പോൾ അവരെല്ലാവരും തിരികെ യോസേഫിൻ്റെ അടുക്കിലേക്ക് പോകുന്നു. യോസേഫിനോട് യഹൂദ അവിടെ പ്ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബെഞ്ചമിന് പകരം ഞാൻ ജയിലിൽ കിടക്കാം, അവരെല്ലാവരെയും അങ്ങോട്ട് വിടണം എന്നുള്ള റിക്വസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് പകരമായിട്ട് ബെഞ്ചമിൻ പകരമായിട്ട് യഹൂദ ആ ജയിലിൽ കിടന്നുകൊള്ളാം എന്നുള്ളൊരു കാര്യമാണ് യഹൂദ അവിടെ പറയുന്നത്. അപ്പം യഹൂദ ബെഞ്ചമിന് വേണ്ടി ജയിലിൽ കിടക്കുവാനായിട്ട് അല്ലെങ്കിൽ യോസേഫിൻ്റെ സ്ലേവായിട്ട് മാറുവാനായിട്ട് അത് മനസ്സായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ യഹൂദ കംപ്ലീറ്റ് ആയിട്ടൊരു ചേഞ്ച് ആയിട്ടുള്ള ഒരു വ്യക്തിയായി. അപ്പോൾ യോസേഫ് അവർ ടെസ്റ്റ് ചെയ്യായിരുന്നു, അവരുടെ മനസ്സ് എങ്ങനെയുണ്ട്, അവർ ചേഞ്ച്ഡ് ആയിട്ടുള്ള വ്യക്തികളായോ എന്ന് ടെസ്റ്റ് ചെയ്യായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യഹൂദയുടെ കാര്യം പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ യഹൂദ ഒരു കംപ്ലീറ്റ് ആയിട്ട് മാറിയ ഒരു വ്യക്തിയായിട്ട് മാറി തീർന്നു കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം യോസേഫിനോട് ആ ചെയ്തത് ആ കാര്യം ഒട്ടും ശരിയല്ലെന്ന് റിയലൈസ് ചെയ്ത ഒരു വ്യക്തി, അത് റിയലൈസ് ചെയ്യാനായിട്ട് യഹൂദയ്ക്കിടയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബെഞ്ചമിൻ്റെ കാര്യം വന്നപ്പോൾ അവരുടെ ആ കംഫർട്ട് നോക്കിയില്ല. ഇപ്പോഴത്തെ യഹൂദയുടെ കാര്യം നോക്കിയില്ല. യഹൂദ തീരുമാനിച്ചു, ഓക്കെ ബെഞ്ചമിന് വേണ്ടി ഞാൻ സ്ലേവായിട്ട് കിടന്നോളാം എന്നേക്കുമായിട്ട് ആ ഈജിപ്ഷ്യൻ്റെ കീഴിൽ അല്ലെങ്കിൽ യോസെഫിൻ്റെ കീഴിൽ, യോസെഫ് തിരിച്ചറിഞ്ഞിട്ടില്ല, ഉടനെ ആ ഈജിപ്ഷ്യൻ്റെ കീഴിൽ എന്നേക്കുമായിട്ട് ഞാൻ സ്ലേവായിട്ട് കിടന്നോളാം എന്നുള്ളൊരു കാര്യം യഹൂദ ഓഫർ ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു മാനസാന്തരം തൻ്റെ ജീവിതത്തിലേക്ക് വരുവാനായിട്ട്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലും നമ്മൾ സിനിമയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നല്ല ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നു. കാരണം യഹൂദയ്ക്ക് സംഭവിച്ചത് കാര്യം യഹൂദ ചെയ്തതുപോലെ തന്നെ ആ ഒരു തിരിച്ചുവരവ് ദൈവം നമ്മിൽ നിന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ യഹൂദയ്ക്ക് കിട്ടിയ ആ ജീവിതത്തിൽ വന്ന വലിയൊരു മാറ്റം അത് നമ്മളുടെ ജീവിതത്തിലും വേറെ അടുത്ത് മാറ്റം വരുവാനായിട്ടുള്ള എൻകറേജ്മെൻ്റ് ആയിട്ട് മാറുവാനായിട്ട് യഹൂദയുടെ ആ ഒരു അപ്രോച്ച്, ആ കാര്യത്തിനോടുള്ള തൻ്റെ ആ മനോഭാവം അത് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൽ നമ്മൾ